ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നവീൻ അനിയോട് ചോദിക്കുന്നുണ്ട്, നീ നന്ദുവിനോട് സംസാരിച്ചോ, നന്ദുവിനോട് പറഞ്ഞോ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനി പറയേണ്ടത്, ഇല്ല, ഞാൻ അവളെ മെല്ലെ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ, ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് പറയാമായിരുന്നില്ലേ, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവളുടെ മനസ്സിൽ വല്ലവരുണ്ടോ നിനക്ക് അറിയോ? ആ സമയത്ത് അനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നവീൻ പിന്നെയും പറയുന്നത്, എനിക്കറിയാം അവളുടെ മനസ്സിൽ ആരും ഉണ്ടാവില്ല, അവളെ പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് ആരും പ്രേമിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാവുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ നയന ദേവിയാനോട് പറയുന്നുണ്ട്, ചേച്ചി അബി ആരാന്നറിയാതെയാണ് നമ്മളോട് വെറുതെ യുദ്ധം ചെയ്യണത്. അബിയുടെ സ്വഭാവം ചേച്ചിക്ക് ഒന്നും മനസ്സിലാവണില്ല. ചേച്ചിയുടെ പ്രവൃത്തി എത്രമാത്രം മുത്തശ്ശനും മുത്തശ്ശിക്ക് വിഷമാവുണ്ടെന്ന് ചേച്ചിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അബി നവിയോട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ജ്വല്ലറിക്കാർക്ക് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്കാട്ടിലും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പരസ്യക്കാരെ വേണ്ടിയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. ഇനിയിപ്പോൾ അവർ നമ്മളെ പത്രത്തിലും പരസ്യത്തിലൊക്കെ വരും, നമ്മളെ മൂർത്തീസ് ജ്വല്ലറിയിലത്തെ പെണ്ണാണ് നമ്മുടെ ഇപ്പോൾ പുതിയ പരസ്യത്തെ എം ജ്വല്ലറിയിലത്തെ പരസ്യത്തിന് അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് നമ്മുടെ ആ ജ്വല്ലറിക്ക് നല്ല ഇനിയും പേര് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, പരസ്യമൊക്കെ കൊള്ളാം, പക്ഷേ ഒന്ന് മാന്യമായിട്ട് വേഷമൊക്കെ ധരിച്ചുകൂടെ? എന്ത് വേഷമായത്? നീ ധരിക്കുന്ന വേഷം ഒട്ടും ശരിയല്ല, ഒന്ന് വൃത്തിക്കൊക്കെ ധരിക്കുന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നവ്യക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.